നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വർഷത്തെ ചിത്തിര നക്ഷത്രക്കാരുടെ വിഷുഫലം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. മീനശനി, മിഥുന വ്യാഴം, 1201 ആണ്ട് മേടമാസം 1 തീയതി ഉദയാദി 5 നാഴിക 47 വിനാഴികയ്ക്ക് ചതയം നക്ഷത്രവും കൃഷ്ണപക്ഷ ദ്വാദശി തിഥിയും പന്നിക്കരണവും ശുഭ്രനാമ നിത്യചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം കുംഭക്കൂറിൽ എടവ ലഗ്നത്തിൽ ജലഭൂതോദയത്തിലാണ് ഈ വർഷത്തെ വിഷു സംക്രമം വരുന്നത്. ഈ വർഷത്തിലെ വിഷുഫലപ്രകാരം ചിത്തിര നക്ഷത്രക്കാർക്ക് കുറച്ച് നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. അതിനനുസരിച്ച് തന്നെ കുറച്ച് ദോഷഫലങ്ങളും കൂടിയ ഒരു വർഷമായിട്ടാണ് കാണുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വരുമാനത്തിൽ നല്ല വർധനവിന് യോഗമാണ് കാണുന്നത്. അതായത് വരുമാനം വർദ്ധിക്കും, അതേപോലെ തന്നെ ചെലവ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരു 20 രൂപ കയ്യിൽ കിട്ടിയാൽ 10 രൂപ ചിലവാക്കി 10 രൂപ മിച്ചം വയ്ക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് വരവ് വളരെ കൂടുതലും ചെലവ് കുറച്ച് കുറവുമായിട്ടുള്ളൊരു വർഷമായിട്ടാണ് കാണുന്നത്. എന്നാൽ അന്ത്യശൂലമാണ്. അപ്പം അന്ത്യശൂലത്തിന് ആയുധഭയം, അതുപോലെ തന്നെ വിഷഭയം മുതലായിട്ടുള്ള കാര്യങ്ങൾ, മൃഗങ്ങളിൽ നിന്നും ഇഴജന്തുക്കളിൽ നിന്നുമൊക്കെയുള്ള ഭയം അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായിട്ട് കുറച്ച് രോഗങ്ങൾ വർദ്ധിക്കാനായിട്ട് സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ചും രക്തജന്യമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കന്നിക്കൂറും തുലാക്കൂറും 2 കൂറിലായിട്ടാണ് വരുന്നത്. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ സമയം ദൈവാധീനം ഇത്തിരി കുറവും, തുലാക്കൂറുകാർക്ക് ഇപ്പോൾ ദൈവാധീനമുള്ള സമയമാണ്. എന്നാൽ ജൂൺ മാസം കഴിഞ്ഞാൽ കന്നിക്കൂറുകാർക്ക് ദൈവാധീനം വർദ്ധിക്കും, അതേപോലെ തന്നെ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ദൈവാധീനം കുറയും. അപ്പം അങ്ങനെ ഒരു വിഷയമുള്ളത് കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർത്ഥന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. കന്നിക്കൂറുകാർ പ്രത്യേകിച്ചും ചെയ്യേണ്ടത് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ 5ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു മാനസികമായിട്ടുള്ള ടെൻഷൻ, കാരണം വിഷുവശാൽ തന്നെ ഈ രോഗാവസ്ഥയ്ക്ക് യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനായിട്ട് സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പ്രാർത്ഥന ഉണ്ടാകണം. ഇപ്പം ഇങ്ങനെയുള്ള പ്രാർത്ഥന, വഴിപാടുകൾ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും കൃത്യമായിട്ടുള്ള കാൽക്കുലേഷനോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് മിച്ചം വയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്, വരുമാനം വർദ്ധിക്കുന്നത് കാരണം കൊണ്ട് തന്നെ. അപ്പോൾ രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മുൻകൂട്ടി പ്രാർത്ഥിച്ച് പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അതേപോലെ തന്നെ പണം അനാവശ്യമായിട്ട് ചെലവഴിക്കാതെ ഇരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.